ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നും നമുക്ക് നിഫ്റ്റിയിൽ 100 പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 100 പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി 2 ട്രേഡ് ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു ഇന്നത്തെ. അപ്പോൾ നമുക്ക് ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. ഇന്ന് ഞാൻ രാവിലെ തന്നെ കൊടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആയിരുന്നു. നമുക്ക് കാണാം, ഇത് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൻ്റെ ലെവലാണ്, ഈ നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൻ്റെ ലെവലാണ്. ഈ ലെവലുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. നിഫ്റ്റിയിൽ നമ്മുടെ ലെവൽസിൻ്റെ ഉള്ളിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി. ഈ ബ്രേക്ക് ചെയ്യണ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ബൈ സ്കാനിലെ റിജക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് പിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്പോട്ട് നോക്കിയിട്ട് ബൈ സ്കാനിലെ റിജക്ഷൻ ഇത്തിരി ദൂരെയാണ് വന്നേക്കണത്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു നിഫ്റ്റിയിൽ നിങ്ങൾക്ക് എത്ര പോയിൻ്റ് എസ് എൽ ഇടാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പോയിൻ്റ് എസ് എൽ ഇട്ടിട്ട് സ്പോട്ട് ചാർട്ടിൽ ട്രേഡ് എടുക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്കാണെങ്കിൽ മോശമില്ലാത്തൊരു പ്രോഫിറ്റ് തന്നെയാണ്. 50 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയിൽ വന്ന മൂവ്മെൻറ്റ് നമ്മുടെ ലെവലിൻ്റെ മുകളിലേക്ക് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ക്യാൻഡിൽ നമ്മുടെ പ്രൈസിനെ, അതായത് സ്പോട്ട് ചാർട്ടിലത്തെ നമ്മുടെ ലെവലിനെ ബ്രേക്ക് ചെയ്ത് അടിയെ പോയി. പിന്നെ അവിടെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്കായ ശേഷം നമ്മുടെ ലെവലൊന്ന് ക്ലിക്കായി, പിന്നെ മുകളിൽ പോയിട്ടൊന്ന് റിജക്റ്റ് ചെയ്ത് അടിയിലേക്ക് എന്നിട്ട് മുകളിൽ പോയിട്ട് ഒരു സെല്ലേഴ്സ് റിജക്ഷൻ ഇവിടെ വരണം ഈ ക്യാൻഡിൽ, എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. അതാണ് അടിപൊളി ഒരു പ്രൈസ് ആക്ഷൻ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് കാണുന്ന അവിടെ മുകളിൽ പോയിട്ടൊരു സെല്ലേഴ്സ് ക്യാൻഡിൽ കണ്ടു, പക്ഷെ അത് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ അല്ല. അത് ഇവിടെ കാണാമല്ലോ, പിന്നെ അത് റിജക്റ്റ് ചെയ്ത് അടിയിലേക്ക് വന്നു, പിന്നെയും മുകളിൽ പോയി. അവിടെ സെല്ലർ സ്കാനിലില്ല, ബൈ സ്കാനിലാണ് ആ ഡോജി വന്നേക്കണത്. പിന്നെ അടിയിൽ ക്ലോസ് ചെയ്തു, പിന്നെ അത് മുകളിലേക്ക് പോയി. പിന്നെ ഒരു സെല്ലർ സ്കാനിൽ അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു മൂവ്മെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ 24,544 ബ്രേക്ക് ചെയ്തപ്പോൾ ഇത്തിരി അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെല്ലേഴ്സിനെ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 10-20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ബഫർ ഇട്ടിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം, പ്രശ്നമില്ല. അത് നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നോളൂ അവിടെ. അത് നല്ല മൂവ്മെൻ്റാണ് പോയിക്കണത്. എസ് എല്ലൊക്കെ കീപ്പ് ചെയ്ത് നിൽക്കണവർക്ക് ആണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് നമ്മുടെ ലെവൽസിൻ്റെ ഒരു റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ബൈയേഴ്സിൻ്റെ റിജക്ഷനാണ് വേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എടുക്കാൻ. നിങ്ങൾക്ക് ഇവിടെയാണ് പ്രോപ്പർ ബൈയേഴ്സിൻ്റെ റിജക്ഷൻ വന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, ഒരു പ്രശ്നമില്ല. ഇത്ര ഒരു 10-20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ട്രേഡ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ടാർഗറ്റിലേക്ക് വന്നേക്കണത്. അതായത് നമ്മുടെ അടുത്തൊരു ലെവലിലേക്കാണ് നമ്മൾ ടാർഗറ്റ് കിട്ടുക. എപ്പോഴും ആ ലെവലിലേക്ക് എത്തുമ്പോൾ ഇറങ്ങുക. ഇത് പ്രോപ്പറായിട്ട് അച്ചീവ് ആയിട്ടുള്ള ട്രേഡാണ് ബാങ്ക് നിഫ്റ്റി. പിന്നെ നമുക്ക് സ്പോട്ടിൽ നോക്കാം. സ്പോട്ടിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയിട്ടില്ല. പിന്നെ ക്രിയേറ്റ് ആകുന്നത് ഇവിടെയാണ്. ഈ ലെവൽ ബ്രേക്ക് ആയ ശേഷം ഇവിടെ വരുന്നൊരു സ്പോട്ട് ചാർട്ടിൽ ക്രിയേറ്റ് ആയിക്കണത് നിങ്ങൾക്ക് കാണാം. അത് ഒറ്റ പോക്കിൽ തന്നെ 100-150 പോയിൻറ്റിന് മുകളിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തവർക്ക്. പിന്നെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല മൂവ്മെൻ്റാണ് അതിൽ കിട്ടിയേക്കണത്. ഇവിടെ നിന്ന് എടുത്തവർക്കൊക്കെ എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. ഒരു 400 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് സ്പോട്ട് പ്രകാരം ട്രേഡ് എടുത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. സ്പോട്ട് പ്രകാരം നമുക്ക് നല്ല ട്രേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ബഫർ പ്രൈസ് ഇട്ടിട്ടുള്ള ട്രേഡുകളാണ് പറയണത്. കറക്റ്റ് നിഫ്റ്റിയിൽ നമ്മൾ 10 പോയിൻ്റ് ഇടുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ 230 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് സ്ട്രൈക്കിൽ ഇടുന്നു. ഈ 2 കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകളാണ് ഞാൻ പറയണത് കേട്ടോ. ഞാനത് ഇപ്പം ഇങ്ങനെ പോയിട്ട്, അതായത് ഇവിടെ ക്ലോസ് ചെയ്തു, എന്നിട്ട് മുകളിൽ പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പിന്നെ മുകളിൽ പോകണ കാര്യമല്ല പറയണത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റായി നിൽക്കണം, അങ്ങനെ മെയിൻ ആവശ്യം. അതായത് ഇവിടെ നിന്ന് എടുക്കണ ആൾക്ക് ഇത്തിരി അടിയെ പോയിട്ട് അത് തിരിച്ച് മുകളിൽ പോകണം, എന്നാലുള്ളൂ ഞാൻ പറയണ ഈ കാര്യങ്ങളിൽ അർത്ഥം. അല്ലെങ്കിൽ കാര്യമില്ല. ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോപ്പ് ലോസുകളാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസാണ് നമുക്ക്. അപ്പം അങ്ങനെയാണ് സ്പോട്ട് ചാർട്ടിൻ്റെ സ്ഥിതി. ഇനി നമുക്ക് 2 ടാർഗറ്റ് അടിച്ച ട്രേഡ് ഉണ്ടെന്ന്. രണ്ടും ആദ്യം രാവിലെ വന്നത് ഫുള്ളും PE സ്ട്രൈക്കിലാണ് വന്നത്. 24,500 PEയിലും 53,300 PEയിലും.
24,500 നമുക്ക് നോക്കിക്കാം. 9.27 കൊടുത്തതാണ്. ഞാനാകെ 4 സ്ട്രൈക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. 24,500 നിങ്ങൾക്ക് കാണാം. ഞാനിത് 9.27 കൊടുത്ത ട്രേഡാണ്. നിങ്ങൾക്ക് കാണാം 9.27 എവിടെ വരണതെന്ന്. ഈ ക്യാൻഡിൽസിലാണ് 9.27. അതായത് ഞാൻ പറഞ്ഞ ലെവല് 174.10 ഈ ലെവല്. എവിടേക്ക് എത്താൻ തന്നെ കുറേ നേരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരത്തെയാണ് നമ്മൾ ലെവൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ആ ലെവലിൽ ക്ലോസ് ചെയ്ത ശേഷം പിന്നെ നമുക്കൊരു ബയേഴ്സ് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു സെല്ലേഴ്സ് വന്ന് ഇത്തിരി ദൂരത്താണ് വന്നത്. സെല്ലേഴ്സ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു. സെല്ലേഴ്സ് ഭയങ്കര ദൂരത്തായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഫർ പ്രൈസ് ഇടുമ്പോൾ ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോകുന്നുണ്ടായിരുന്നു. അതായത് 174 190 സെല്ലേഴ്സിനെ കണ്ടത്. അപ്പോൾ 16 പോയിൻ്റാണ് വ്യത്യാസം. അത്രയും പോയിൻ്റ് ബഫർ ഇട്ട് കഴിഞ്ഞ് ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് അടിയിലേക്ക് നമ്മുടെ ലെവലിൽ നിന്നുള്ള റിജക്ഷനാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലെവലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ റിജക്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഉണ്ട്. ഇവിടെ കണ്ടിരുന്നു നമ്മുടെ ലെവലിൽ നിന്ന് കറക്റ്റ് റിജക്ഷനാണ് കിട്ടിയത്. അപ്പോൾ നമുക്കവിടെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ആക്ടിവേറ്റ് ആണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തോടുകൂടി ഈ ലെവൽ ആക്ടിവേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലെവലിൽ തൊട്ടിട്ട് റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ട്രേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ കറക്റ്റ് നമ്മുടെ ലിമിറ്റ് ഓർഡറിലാണ് ഈ ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ കിട്ടാത്തവർക്ക് ഈ ക്യാൻഡിൽ ലിമിറ്റ് ഓർഡറിൽ കിട്ടിയിട്ടുണ്ട്. അതായത് 174.10 കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്രയും ക്ഷമ വേണം. ഇത് വെറുതെക്കല്ല 1:10 ടാർഗറ്റ് അടിച്ചാണത്. ഇത് അത്രയും നേരം ഇരുന്നിട്ട് തന്നെയാണ് ഈ ടാർഗറ്റ് കിട്ടിയത് നമുക്ക്. 10 മണിക്ക് ആക്റ്റീവായ ട്രേഡാണ്. ടാർഗറ്റ് അടിക്കണത് 10:59. അതായത് 1 മണിക്കൂറോളം ട്രേഡിൽ ഇരുന്നുണ്ട്. എന്നിട്ടാണ് ഈ ടാർഗറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് നിഫ്റ്റിയിൽ 100 പോയിൻ്റ് കിട്ടിയത്. നമ്മൾ 50 പോയിൻ്റാണ് 1:5 നിഫ്റ്റിയിൽ ഞാൻ എപ്പോഴും പിടിക്കാറ്. 50 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 224. നിങ്ങൾക്കത് ഇവിടെ കാണാം. 224ക്ക് ടച്ച് ചെയ്യണതിന് മുമ്പേ അത് റിജക്റ്റ് ചെയ്തു അവിടെ. അപ്പോൾ പിന്നെ 50 1:5 കിട്ടിയെന്ന് കൊണ്ടിട്ടിട്ട് അർത്ഥമില്ലല്ലോ. പിന്നെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ പിന്നെ അവരവിടെ 224 നിൽക്കാൻ നിന്നില്ല. ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ നമുക്ക് പ്രോഫിറ്റിക്ക് 1:10 മുകളിൽ പ്രോഫിറ്റിക്ക് വന്നു. 2 ക്യാൻഡിലിൽ ഈസി 1:10 പ്രോഫിറ്റ് ആയി അതവിടെ. അപ്പോൾ അതൊക്കെയാണ് അടിപൊളി ട്രേഡുകളാണ് ഇതൊക്കെ. ഇതൊക്കെ എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ വൻ ലാഭമാണെന്ന്. ഈ ഒറ്റ ട്രേഡ് മതി ഇന്ന് ട്രേഡിങ് അവസാനിപ്പിക്കുക. ഇനി അടുത്തത് 53,300 പിയുടെ കാര്യം. 53,300 പി ആണ് അടുത്തുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. ഞാനത് കൊടുത്തേക്കണത് 9.29 ആ ലെവൽ കൊടുത്തത്. 9.29 പറഞ്ഞാൽ ഇവിടെയാണ്, ഈ ലെവലിലാണ്. എൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ 806.55 മുകളിലേക്ക് ക്യാൻഡിൽ ലോസ് ചെയ്ത സെല്ലേഴ്സിനായിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അത് മുൻകൂട്ടി കൊടുത്ത ട്രേഡാണ്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആകുന്നത് ഇവിടെ ആക്ടിവേറ്റ് ആയുണ്ട് ഈ ക്യാൻഡിലിൽ. അതായത് 9:50 ആക്ടിവേറ്റ് ആയുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത് തന്നെയാണ് പ്രശ്നം. 806 നിങ്ങൾക്ക് സെല്ലേഴ്സിനെ കണ്ടേക്കുന്നത് 833. അപ്പോൾ അതായത് ഒരു 25-30 പോയിൻ്റ് വ്യത്യാസം. അപ്പോൾ അത്രയും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20-30 പോയിൻ്റാണ്. അപ്പോൾ അത്രയും നമുക്ക് മുകളിലാണ് സെല്ലേഴ്സ് കണ്ടത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ലെവലിലേക്ക് തന്നെ, ഈ ലെവലിൽ നിന്നുള്ള റിജക്ഷൻ ആണെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ലെവലിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, ഒരു പ്രശ്നമില്ല. അതിൽ ഹൈലി ഡിമാൻഡഡ് ട്രേഡുകൾ അതൊക്കെ. അപ്പോൾ നമുക്ക് കാണാം അങ്ങനത്തെ ഒരു റിജക്ഷനിലാണ് ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ഇത് 1:5 ഈസി ആയിട്ട് അച്ചീവ് ആയിട്ടുണ്ട്. 53,300 പി. ഇത് 100 പോയിൻ്റാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിൻ്റാണ്. പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ കൊടുത്തേക്കണത് അതും കൂടി നമുക്ക് നോക്കാം. ആ ലെവലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് കാണാമല്ലോ. 24,500 സി 9.28 കൊടുത്തതാണ്. 24,500 സി 131.40. 24,500 സി 24,500 സി നമുക്ക് കാണാം. രാവിലെ തന്നെ അത് അവിടെ കയറിയിട്ട് റിജക്റ്റ് ചെയ്യുക ചെയ്തു. ഒരു വലിയൊരു സെല്ലേഴ്സ് ചാനൽ വന്ന് ആ ലെവൽ റിജക്റ്റ് ആക്കി. ഇത് ഞാൻ പറയണ ഈ ലെവൽ ഞാൻ രാവിലെ കൊടുത്തതാണ്. പക്ഷേ ഞാൻ ഗ്രൂപ്പിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് പ്രോഫിറ്റിലാണ് ഈ ട്രേഡൊക്കെ. പക്ഷെ നമുക്ക് ഓൾറെഡി എൻ്റെ പ്രോഫിറ്റ് കിട്ടി. രാവിലെ കൊടുത്ത ട്രേഡാണ്. പിന്നെ എൻ്റെ സ്ട്രാറ്റജി എല്ലാവർക്കും അറിയാം. പിന്നെ രാവിലെ കൊടുത്ത ട്രേഡിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ട്രേഡ് എടുക്കാം, ഒരു പ്രശ്നമില്ല. അതായത് 130-40 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സിനെ കാണണം, എന്നിട്ട് ട്രേഡിലേക്ക് പോവുക.
പിന്നെ ഈ ക്യാൻഡിൽ ക്ലോസ് പിന്നെ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/6-നാണ്. 9/26 വന്ന ലെവലിലേക്ക് പിന്നെ തിരിച്ചു വരുന്നത് 12/6-നാണ്. എന്നിട്ടാണ് സെല്ലേഴ്സിനെ നോക്കിയത്. സെല്ലേഴ്സ് നമുക്ക് കാണാം ഇത്രയും പോയിന്റിലാണ് റിജക്റ്റ് ആക്കിയാണ് 131 154. അതായത് ഒരു 20 പോയിന്റ് വ്യത്യാസത്തിലാണ് റിജക്ഷൻ വന്നേക്കണത്. താല്പര്യമുള്ളവർക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഒരു 10 പോയിന്റ് ഓഫർ ഇട്ടിട്ട് ട്രേഡ് എടുക്കാം. അഗ്രസീവ് ട്രേഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സേഫ് ട്രേഡേഴ്സ് ആണെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്നവർക്ക് ട്രേഡ് കിട്ടില്ല. അല്ലാത്തവർക്ക് ഇത് അടിപൊളി പ്രോഫിറ്റാണ്. ഇവിടെ നിന്ന് എടുത്തവർക്കൊക്കെ ഒരു 94 പോയിൻ്റൊക്കെ വൺ വേ മൂവ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂസ് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ 100 പോയിന്റ് 200 പോയിൻ്റൊക്കെ ടാർഗറ്റിക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ 200 പോയിൻ്റ് കാര്യം ഒന്നും പറഞ്ഞില്ല, 50 പോയിൻ്റ് കാര്യം ഞാൻ അവിടെ സംസാരിക്കണുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് കിട്ടിയൊരു 50 പോയിൻ്റാണിത്. 50 പോയിൻ്റ് ഇവിടെയാണ്. 12-15 ആയപ്പോഴേക്കും ആ ട്രേഡിൽ അച്ചീവ് ആയിട്ടുണ്ട് 50 പോയിൻ്റ്. അത് ഈസി ടാർഗറ്റ് ആയിരുന്നു. അത് രാവിലെ അപ്ഡേറ്റ് ചെയ്തവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവും. ഇത് പിന്നെ ഇത്തിരി അഗ്രസീവായിട്ടുള്ള ആൾക്കാരൊക്കെ കിട്ടുള്ളൂ. സ്റ്റോപ്പ് ലോസ് സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ആ ട്രേഡ് കിട്ടുള്ളൂ. അത് 50ഉം 90ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് 53-300 ആണ്. 9:30 കൊടുത്താണ്. നമുക്കത് നോക്കാം. ഇതാണ് 53-300 രാവിലെ 11 മുകളിൽ ലോസ് കിട്ടി. പിന്നെ സെല്ലേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തിട്ട് എടുത്താലുള്ളൊരു ഗുണം. ഇവിടെ റിജക്ഷൻ വന്നാൽ നിങ്ങൾ എടുക്കണ്ട, പിന്നെ സെല്ലേഴ്സിനെ കാണുമ്പോൾ നമ്മൾ എടുത്താൽ മതി. ഇവിടെ ഈ ക്യാനിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് പുഷ് മുകളിലേക്ക് കിട്ടിയാനെ. ഇതൊന്ന് കുറച്ച് പുഷ് ചെയ്തിട്ട് പ്രൈസ് അടിയിലേക്ക് വന്നു. അപ്പോൾ അതാണ് ആ റിജക്ഷൻ നോക്കേണ്ട കാര്യം. പിന്നെ ഈ ക്യാൻഡിൽ ഇവിടെ റിജക്റ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന ലെവലാണ്. അതായത് ഫെമിലിയർ ആയ ലെവല് നല്ല മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടി. ഇതിന് ഈ സ്ട്രൈക്കിന് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടി 10-70 പോയിൻ്റ്. പിന്നെയും തിരിച്ച് സെല്ലേഴ്സ് അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ റിജക്ഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണ ലോട്ടിൻ്റെ 1% എടുത്താൽ മതി. എന്താ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഓരോ പ്ലേസിൽ ഞാൻ എടുക്കാൻ പറയാറില്ല. നമ്മൾ കുറച്ച് പോയിൻ്റ് മൂവ്മെൻറ്റിലൊക്കെയാണ് എടുക്കാൻ പറയുള്ളൂ. അത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസിക്ക് അത് വരും. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ എടുക്കരുത്. അപ്പോൾ അതിന് തിരിച്ചൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 908 ലെവൽ നിങ്ങൾക്ക് കാണാം. 908.70 ഞാൻ പറഞ്ഞ ലെവൽ. 908.70 നമുക്ക് കാണാം. ഈ 908.70 മുകളിൽ നമുക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സെല്ലേഴ്സ് കറക്റ്റ് ഒരു ഡോജി ക്യാൻഡിലാണ്. കറക്റ്റ് റിജക്ഷനാണത്. അവിടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. ആ ട്രേഡ് ഒരു അടിപൊളി ട്രേഡായിരുന്നത്. 190 പോയിൻ്റ് ഉണ്ട്. അതായത് ഏകദേശം 1:10 തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വൺ വേയിലാണ് പ്രോഫിറ്റ് പറയണത്. ഇതൊക്കെ ഞാൻ രാവിലെ 9:30 കൊടുത്ത ട്രേഡാണ്. ആക്ടിവേറ്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:09 ആക്ടിവേറ്റ് ആവണത്. ഇത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ടൈമിൽ രാവിലെ 8 ടൈമിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫോളോ ചെയ്യണവർക്ക് ഇതൊക്കെ കിട്ടും. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ലെവലിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണതാണല്ലോ. എൻ്റെ ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സ് നമ്മുടെ സെല്ലേഴ്സ് നമ്മുടെ ലെവലിൽ നിന്ന് റിജക്റ്റ് ആവണം. എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. അവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ലെവലുകളാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചെടുക്കുക. ഈ സാധനം പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയിട്ടില്ല അവിടെ. അതായത് തിരിച്ച് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ റിജക്റ്റ് ആയിട്ട് അടിയിലേക്ക് വന്നിട്ട് ഇത്തിരി മണി മുകളിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോണം. എന്നാലാണ് ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എൻട്രി വരുള്ളൂ. അതവിടെ വന്നിട്ടില്ല. പിന്നെ തിരിച്ച് അതേ ലെവലിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ ഇത്തിരി കെയർഫുള്ളായിട്ട് ലോട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് ട്രേഡ് എടുക്കണം. അവിടെ എന്നുവെച്ചാൽ മൂവ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് പറയണത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡുകൾ. പിന്നെ അധികം കോംപ്ലിക്കേഷൻ ഞാൻ നിന്നിട്ടില്ലേ ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ ട്രേഡും നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1:5 തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. 1:5 ഒരു 10 പോയിന്റ് എസ് എൽ ഇട്ട് കഴിഞ്ഞാൽ 50 പോയിന്റ് ടാർഗറ്റ് നിഫ്റ്റിയിൽ, 20 പോയിന്റ് 30 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ എസ് എൽ ഇട്ട് കഴിഞ്ഞാൽ 100 പോയിന്റ് 100ന്റെ മുകളിൽ ടാർഗറ്റ്. അതാണ് 1:5 ഉദ്ദേശിക്കണത്. നിങ്ങൾ 1:5 എപ്പോൾ നോക്കിയാലും ഇരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1:5 മാത്രം നോക്കി ഇരിക്കരുത്. കറക്റ്റ് ഒരു 1:3 കിട്ടുമ്പോൾ, അതായത് നിഫ്റ്റിയിൽ ഒരു 30 പോയിന്റ് കിട്ടി, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 60 പോയിന്റ് കിട്ടി, അങ്ങനത്തെ ലെവലിൽ 1:3 ആക്ടിവേറ്റ് ആയി. ആ 1:3 ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണ ഒരു പകുതി ലോട്ടെങ്കിലും നിങ്ങൾ വിൽക്കണം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം.
നല്ല കാര്യമുള്ളൂ. ഇതെങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നഷ്ടത്തിലാവരുത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് ലോട്ട് നിങ്ങൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫായി, പിന്നെ ഈസി ആയിട്ട് 1:5 ഇരിക്കാം ബാക്കി ലോട്ട് വെച്ചിട്ട്. ഇനിയിപ്പോൾ തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഇറങ്ങുകയും ചെയ്യാം. കോസ്റ്റ് ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ SLLലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് SLLക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണ ബുദ്ധിയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾക്ക് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ആളെ കൊണ്ട് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് SL മോഡിഫൈ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുക. പ്രോഫിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ 1:3 എടുക്കുക. പകുതി ലോട്ട് അല്ലെങ്കിൽ 3/4 ലോട്ട് നിങ്ങൾ വിറ്റോ, ഒരു പ്രോഫിറ്റ് എടുത്തോ, എന്നിട്ട് ബാക്കിയുള്ള ലോട്ടിന് നിങ്ങൾ 1:5 ഇരുന്നോ, ഒരു പ്രശ്നമില്ല. SLക്ക് വരുത്താണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് സിമ്പിളായിട്ട് ഇട്ടിരിക്കാം. അപ്പോൾ കോസ്റ്റ് അടിച്ച് വെക്കോളും. എന്തായാലും നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ തികച്ചൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊക്കെ ഞാൻ ട്രേഡിങ് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാം, ബൈയും സെല്ലൊക്കെ അറിയാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റണില്ല. അങ്ങനത്തെ വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീട്ടിലിരുന്ന് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. എൻ്റെ പോലെ ട്രേഡിങ് വളരെ ഈസിയാണ്. പ്രോപ്പർ ലേണിംഗ് ഉണ്ടെങ്കിലേ ട്രേഡിങ് ഈസി ആവുള്ളൂ. നിങ്ങൾ ചാർട്ടിലിരിക്കണം. മെയിനായിട്ട് ചാർട്ടാണ് നിങ്ങളുടെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. ചാർട്ടാണ് നമ്മളോട് പറയണത് ഇത് എങ്ങോട്ടാണ് പോണത് മാർക്കറ്റ് എന്ന്. അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കണം ആ ടൈമിൽ, എന്നാലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും അറിയാണ്ട് നിങ്ങൾ വെറുതെ ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് മാത്രമേ വരുള്ളൂ. അതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് എവിടെ ട്രേഡ് എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഇതിൽ ഞാൻ ഫ്രീ ആയിട്ടൊരു ടെലിഗ്രാം ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ലെവൽസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലെവൽസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇനി നിങ്ങൾക്ക് ലെവലുകൾ കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാമെന്നുള്ള മെത്തേഡാണെങ്കിൽ അതെന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ട്രേഡിങ്ങിന്. നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് DM ചെയ്ത് ചോദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം. താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം. അതിൽ ഓൾറെഡി ഞാൻ ഫണ്ട് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. ബിറ്റ്കോയിനൊക്കെ 1,00,000 മുകളിൽ പോയ ദിവസമാണ്. ട്രേഡുകളുണ്ട്, ബിറ്റ്കോയിനിലും എത്തേറിയത്തിലും ട്രേഡുകളുണ്ട്. അടിപൊളി ട്രേഡുകൾ വരാനുണ്ട്. നമുക്ക് ഫോറക്സ്, ക്രിപ്റ്റോ ഇതിലൊക്കെ അടിപൊളി ട്രേഡ് കിട്ടണം. ബിറ്റ്കോയിനിലും എത്തേറിയത്തിലും ട്രേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഞാൻ എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് ഇടുന്നതാണ്. അത് ജോയിൻ ചെയ്തവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഞാനൊരു വീഡിയോ പോലെ അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താലുള്ളൂ അതൊക്കെ അറിയാം. പിന്നെ മാക്സിമം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ റീഷെയറും ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ ട്രേഡിങ് അറിയാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഒന്ന് എൻ്റെ പോസ്റ്റുകളൊക്കെ ഒന്ന് റീഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു ഹെൽപ്പാണ്. മാക്സിമം അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ. നാളെ ഫ്രൈഡേ ആണ്. മാക്സിമം നമ്മൾ പ്രോഫിറ്റിൽ തന്നെ നിർത്താൻ നോക്കും നാളെ. എല്ലാവർക്കും നാളെ ഇതേപോലത്തെ അടിപൊളി പ്രോഫിറ്റുകൾ കിട്ടണമെങ്കിൽ പെട്ടെന്ന് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി ട്രേഡായിട്ട് നാളെയും കാണാം.